Dear friends, you are welcome to Historia. അപ്പോൾ ഹിസ്റ്റോറിയ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ടോപ്പിക് അല്ല എടുക്കുന്നത്, സബ്ജക്റ്റ് അല്ല എടുക്കുന്നത്. നമ്മളിന്ന് ബിരുദം കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞവർക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും നല്ലൊരു അവസരത്തെക്കുറിച്ച്, ഒരു ചാൻസിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം SSCയുടെ CGL കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. CGL എക്സാമിൽ നിന്ന് കിട്ടുന്ന വേക്കൻസികൾ എത്രയാണ്, അതിൽ ആ ജോബിന്റെ അട്രാക്ഷൻ എന്താണ്, അതോടൊപ്പം തന്നെ അതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ എന്താണ്, എക്സാം പാറ്റേൺ എന്താണ്, ഓരോ എക്സാമിന് ചോദിക്കുന്ന സബ്ജക്റ്റുകളുടെ വേരിയേഷൻ എങ്ങനെയാണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും A to Z വരെയുള്ള കാര്യങ്ങൾ CGL കുറിച്ചാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ CGL ഓർത്ത് നോക്കിയാൽ നമുക്ക് SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ഇന്ത്യയിലെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാമാണ് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം. അതാണ് CGL എന്ന് പറയുന്ന എക്സാം. SSC നടത്തുന്ന ഒരു എക്സാമാണ് ഓർത്തിക്കുക. പിന്നെ മറ്റ് എക്സാമുകളിൽ നിന്ന്, നമ്മുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എക്സാമുകളിൽ നിന്നും ഈ CGL വ്യത്യസ്തമാക്കുന്നതിന്റെ അട്രാക്റ്റീവ് സാലറിയാണ്, അതോടൊപ്പം മോർ വാക്കൻസിയാണ്, അതോടൊപ്പം തന്നെ അതിൽ കിട്ടുന്ന ആ ഒരു ഫാസ്റ്റ്നെസ്, അപ്പോയിന്റ്മെന്റിന്റെ ഫാസ്റ്റ്നെസ് ആണ്. ഇത് മൂന്ന് കാര്യങ്ങളും പ്രധാനമായിട്ടും പറഞ്ഞാൽ, ഒന്ന് കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ നിന്ന് വ്യത്യസ്തമായി അല്ലെങ്കിൽ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ചാൻസ് കിട്ടാനുള്ള അവസരമാണ്. ഒന്ന്, കൂടുതൽ വാക്കൻസികളുണ്ട്. നമ്മളെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അപേക്ഷിച്ച് കൂടുതൽ വാക്കൻസികൾ ഉണ്ടാവാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 2024 ഏകദേശം 18,000-ഓളം വാക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തത്. 18,000-ഓളം വാക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് പറഞ്ഞു 2024 തന്നെ. അപ്പൊ കൂടുതൽ വാക്കൻസികളുണ്ട്. രണ്ടാമത്തെ ഫാസ്റ്റ്നെസ് ഓഫ് അപ്പോയിന്റ്മെന്റ് ആണ്. അപ്പോയിന്റ്മെന്റ് ഫാസ്റ്റ്നെസ് ആണ്. ഇപ്പൊ നമുക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷനൊക്കെ അറിയാം, നോട്ടിഫിക്കേഷൻ വന്ന്, എക്സാം കഴിഞ്ഞ്, ഷോർട്ട് ലിസ്റ്റ് വന്ന്, റാങ്ക് ലിസ്റ്റ് വന്ന്, വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും സമയം കുറെ എടുക്കും. ഇതാണെങ്കിൽ എക്സാം ഡേറ്റ് വന്ന്, എക്സാം കഴിഞ്ഞ പിന്നത്തെ മാസം തന്നെ, എന്നുവെച്ചാൽ ഏത് മാസമാണോ എക്സാം എടുക്കുന്നത് അടുത്ത മാസം തന്നെ ടയർ 1ന്റെ റിസൾട്ട് വരുന്നു. ഒരു വർഷം കൊണ്ട് എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടുന്നു. ഒരു വർഷം കൊണ്ട് തന്നെ അപ്പോയിന്റ്മെന്റ് ഓർഡർ നമ്മുടെ കയ്യിൽ കിട്ടുന്നതാണ് CGLന്റെ മറ്റൊരു പ്രത്യേകത. മൂന്നാമത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിന്റെ സാലറിയാണ്. അട്രാക്റ്റീവ് സാലറിയാണ്, നല്ല സാലറിയാണ്. 45,600-ഓളം ബേസിക് സാലറി, 1,51,000-ഓളം വരുന്ന സാലറി വരുന്നുണ്ട്. അപ്പൊ 47,600 മുതൽ, ബേസിക് ആണെങ്കിൽ പറയുന്നത് 47,600 മുതൽ 1,51,100 വരെയാണ് ഇതിന്റെ സാലറി എന്ന് പറയുന്നത്. അപ്പൊ ബേസിക് സ്കെയിലാണ്, അട്രാക്റ്റീവ് സാലറി. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ, ഒന്ന് ഞാൻ പറഞ്ഞതാണ് മോർ വാക്കൻസി, കൂടുതൽ വാക്കൻസി ഉണ്ടാകുന്നു. രണ്ടാമത് അതിന്റെ ഫാസ്റ്റ്നെസ് ഓഫ് അപ്പോയിന്റ്മെന്റും അതിന്റെ പ്രോസസ്സും വളരെ വേഗത്തിൽ നടക്കുന്നു. മൂന്നാമത് അട്രാക്റ്റീവ് സാലറി. അപ്പൊ ഈ മൂന്ന് ഫീച്ചേഴ്സ് വെച്ച് നോക്കുമ്പോൾ ഡിഗ്രി കഴിഞ്ഞവർക്ക് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു അപ്പോയിന്റ്മെന്റ് ആണ്, ഒരു ചാൻസ് ഉള്ള ഒരു എക്സാം ആണ് ഇത് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം എന്ന് പറയുന്നത്. അപ്പൊ ഈ എക്സാമിന്റെ കാര്യം ഇതൊന്ന് ഓർത്തു നോക്കി. അപ്പൊ എക്സാമിന്റെ ക്വാളിഫിക്കേഷൻ ഇനി നമുക്ക് പഠിക്കാം. ഈ CGL എക്സാമിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡിഗ്രി, എനി ഡിഗ്രി എന്നേ പറയുന്നത്. മാർക്ക് പെർസെന്റേജ് ഒന്നും പറയുന്നില്ല, നമുക്ക് ഇത്ര ശതമാനം മാർക്ക് വേണം. ഇപ്പൊ നമ്മൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നമുക്ക് പറയാം, ചില എക്സാമിന് 60% വേണം, അല്ലെങ്കിൽ 50% വേണം, 55% വേണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ CGL സംബന്ധിച്ചിടത്തോളം നോക്കിയാൽ എനി ഡിഗ്രി എന്നാണ് പറയുന്നത്. എനി ഡിഗ്രി, റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള എനി ഡിഗ്രി എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ഏത് സബ്ജക്റ്റിലും ഒരു ഡിഗ്രി കഴിഞ്ഞ ഒരാൾക്ക് എഴുതാനും പറ്റുന്ന ഏറ്റവും നല്ല ഒരു അവസരമാണ് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം എന്ന് പറയുന്നത്. അപ്പൊ ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ഏത് സബ്ജക്റ്റിലും അവിടെ ഡിഗ്രി മാത്രം മതി നമുക്ക് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവലിന്റെ എക്സാമിന്. ഇനി അതിൽ തന്നെ ഏജ് ക്വാളിഫിക്കേഷൻ വരുന്നുണ്ട്. ഏജ് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞ് ഓർത്ത് നോക്കിയാൽ 22-30 വരെയാണ്. 22-30, 20 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ് ഈ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എഴുതാനുള്ള എക്സാമിന്റെ ക്വാളിഫിക്കേഷൻ. ഇനി അതിൽ ചില പോസ്റ്റുകൾക്ക് വ്യത്യാസം വരുന്നത്. ഫോർ എക്സാമ്പിൾ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്ററും അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ, അതിനൊക്കെ വരുന്നത് 18 മുതൽ 32 വരുന്നത്. അപ്പൊ 18 to 30 ഉണ്ട്, 80 to 32 ഉണ്ട്, 20 to 30 വരുന്നുണ്ട്. അപ്പൊ 20 മുതൽ 30 വരെയുള്ള പോസ്റ്റുകളുണ്ട്. അതോടൊപ്പം തന്നെ 18 മുതൽ 32 വരെയുള്ള ഒരു പോസ്റ്റും ഉണ്ട്. അപ്പോൾ പൊതുവെ നമുക്ക് എടുക്കാം 20 മുതൽ 30 വരെയാണ് ഈ ഗ്രാജുവേറ്റ് ലെവലിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഏജ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ ഉണ്ട്. അതേ പറഞ്ഞു, ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇൻസ്പെക്ടർ റാങ്കുകൾക്ക് മാത്രമാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ അതിൽ കുറെ നല്ല നല്ല പോസ്റ്റുകളുണ്ട്. അപ്പോൾ അതിൽ ഇൻസ്പെക്ടർ റാങ്കുകൾക്കാണ് പ്രധാനമായിട്ടും ഈ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ അത് പുരുഷന്മാർക്കാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എക്സൈസ് ഇൻസ്പെക്ടർ വരുന്നുണ്ട്, CBI വരുന്നുണ്ട്, NIA വരുന്നുണ്ട്, ഇതിലൊക്കെ ഇൻസ്പെക്ടർ റാങ്കുകളുണ്ട്. അപ്പോൾ അതിന് മാത്രമേ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ അതിൽ പൊതുവെ മെയിലാണെങ്കിൽ അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 157.5 സെന്റിമീറ്റർ ഉയരാണ് പറയുന്നത്. 157.5 സെന്റിമീറ്റർ ഹൈറ്റ് ആണ് പുരുഷന്മാർക്ക് പറയുന്നത്. സ്ത്രീകൾക്കാണെങ്കിൽ 152 സെന്റിമീറ്റർ ആണ്. പുരുഷന്മാർക്കാണെങ്കിൽ 157.5 സെന്റിമീറ്റർ ആണ്, സ്ത്രീകൾക്കാണെങ്കിൽ 152 സെന്റിമീറ്റർ ആണ് ഹൈറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? പിന്നെ പുരുഷന്മാർക്കാണെങ്കിൽ ചെസ്റ്റ് 5
സെന്റിമീറ്റർ എക്സ്പാൻഷൻ ചെസ്റ്റ് ഉണ്ടായിരിക്കണം. സ്ത്രീകൾക്കാണെങ്കിൽ 48 കിലോഗ്രാമെങ്കിലും വെയിറ്റ്, മിനിമം വെയിറ്റ് 48 കിലോഗ്രാം ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ആണ് പറയുന്നത്. ഇതിൽ തന്നെ ഫിസിക്കൽ എൻഡുറൻസ് ടെസ്റ്റും കൂടി വരുന്നത്. ഫിസിക്കൽ എൻഡുറൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത് പുരുഷന്മാർക്കാണെങ്കിൽ 1600 മീറ്റർ 15 മിനിറ്റ് കൊണ്ട് തീർക്കണം. 1600 മീറ്റർ ഓട്ടം 15 മിനിറ്റ് ആണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ സൈക്ലിങ്ങും 8 കിലോമീറ്റർ സൈക്ലിംഗ് എന്ന് പറയുന്നത് 30 മിനിറ്റ്. ഇതാണ് പുരുഷന്മാർക്കുള്ള എൻഡുറൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. എത്രയും പറഞ്ഞത് 1600 മീറ്റർ വാക്കിംഗ് ഉണ്ട്, 1200 മീറ്റർ ഓട്ടം, 1200 മീറ്റർ വാക്കിംഗ് ആണ്, നടത്താമാണ്. അത് നമുക്ക് കിട്ടുന്ന സമയം പറയുന്നത് 15 മിനിറ്റ് ആണ് പറയുന്നത് കേട്ടോ. അതേസമയം 8 കിലോമീറ്റർ സൈക്ലിംഗ് നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 30 മിനിറ്റ് ആണ് കിട്ടുക. ഇതാണ് പുരുഷന്മാർക്കുള്ള എൻഡുറൻസ് ടെസ്റ്റ് എന്നത്. ഇനി സ്ത്രീകൾക്കാണെങ്കിൽ എന്ന് ഓർത്തിക്കുക, 1 കിലോമീറ്റർ വാക്കിങ്ങിന് 20 മിനിറ്റ് ആണ് കിട്ടുന്നത്. 1 കിലോമീറ്റർ വാക്കിങ്ങിന് 20 മിനിറ്റ് ആണ് കിട്ടുന്നത്. അതേസമയം 3 കിലോമീറ്റർ സൈക്ലിങ്ങിന് 25 മിനിറ്റും. ഇതാണ് ഇവരുടെ എൻഡുറൻസ് ടെസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഫിസിക്കൽ സ്റ്റാൻഡേർഡിന് വരുന്ന എൻഡുറൻസ് ടെസ്റ്റിന് കിട്ടുന്ന ക്വാളിഫിക്കേഷൻ ആണ്, ക്വാളിഫൈ ചെയ്യാനുള്ള ടെസ്റ്റ് ആണ് ഇത്. ഇതോടൊപ്പം തന്നെ മറ്റൊന്ന് പറയുന്നത് ഈ ഏജ് ഹൈറ്റ് ക്വാളിഫിക്കേഷൻ തന്നെ മറ്റു ചില സംഭവങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ 165 സെന്റിമീറ്റർ ഹൈറ്റ് അത് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ NIA NCBI വരുന്നത് പുരുഷന്മാർക്ക് 165.5 സെന്റിമീറ്റർ വരുന്നത്. 165 സെന്റിമീറ്റർ ഹൈറ്റ് ആണ് പുരുഷന്മാർക്ക് വരുന്നത്, NIAക്ക് വരുന്നത്. CBIക്കും അങ്ങനെ തന്നെ. ഇപ്പോൾ സ്ത്രീകൾക്കാണെങ്കിൽ NIAക്ക് 159.5 സെന്റിമീറ്റർ, 159 സെന്റിമീറ്റർ ആണ്. അതേസമയം CBIക്ക് ആണെങ്കിൽ 150 സെന്റിമീറ്റർ ആണ് വരുന്നത്. ക്ലിയർ ആയില്ലോ? അപ്പൊ ഈ ഫിസിക്കൽ സ്റ്റാൻഡേർഡിൽ വരുമ്പോൾ ഇങ്ങനെ ചില സംഭവം ഓർത്ത് നോക്കിയാൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡിൽ 165 ഹൈറ്റ് എന്നത് NIAക്കും CBIക്കും പുരുഷന്മാർക്ക് വരുന്നത്. സ്ത്രീകൾക്കാണെങ്കിൽ 159, NIAക്കും CBIക്ക് 150 സെന്റിമീറ്ററും വരുന്നത്. നോർമലി മറ്റെല്ലാം നമ്മുടെ ഇൻസ്പെക്ടർ റാങ്കിലേക്ക് വരും. അപ്പൊ ഇതാണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയിരിക്കും. ഇനി ഈ CGIയിലൂടെ നമുക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ചില പോസ്റ്റുകളുണ്ട്. ഈ CGIയിൽ കൂടുതൽ എഴുതാനും ഇതിലൂടെ കിട്ടുന്ന പോസ്റ്റുകളാണ്. പ്രധാനമായിട്ടും കിട്ടുന്ന പോസ്റ്റുകൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ B ഗ്രൂപ്പ് ജോലിയാണ്, ഗസറ്റഡ് റാങ്ക് ആണ്. എന്ന് വെച്ചാൽ ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ്, അറിയാലോ, IAS അല്ല IAS. ആ ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസിലെ അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ ആയിട്ട് കിട്ടുന്ന ഒന്നാണ്. ഗ്രൂപ്പ് B ആണ്, ഗസറ്റഡ് റാങ്ക് ആണ്. ഇതാണ് പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ്. രണ്ടാമത്തെ ഒരു പോസ്റ്റ് എന്നത് അസിസ്റ്റന്റ് അക്കൗണ്ടന്റ് ഓഫീസറാണ്. അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസറെ പറഞ്ഞു, അതുകൂടെ അസിസ്റ്റന്റ് അക്കൗണ്ടന്റ് ഓഫീസറാണ്. ഇതും വരുന്നത് ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസിലാണ്. B ഗ്രൂപ്പ് ആണ്, ഗസറ്റഡ് റാങ്ക് ആണ്. അപ്പൊ പ്രധാനപ്പെട്ട 2 പോസ്റ്റുകളും ഗസറ്റഡ് ആണ്. ഏതാണ്? ഒന്ന് അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസറാണ്, മറ്റൊന്ന് അസിസ്റ്റന്റ് അക്കൗണ്ടന്റ് ഓഫീസറാണ്. രണ്ടും വരുന്നത് ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസിലാണ്. B ഗ്രൂപ്പ് ആണ്, രണ്ടും ഗസറ്റഡ് റാങ്ക് ആണ്. ക്ലിയർ ആയോ? അത് കഴിഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറായിട്ട് അടുത്ത ഒരു ഒരെണ്ണം വരുന്നുണ്ട്. അതുകൂടെ കസ്റ്റംസ് ഇൻസ്പെക്ടർ വരുന്നത് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ്, CBDT നമ്മൾ പറയുന്നത് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ്. അപ്പൊ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സിലെ ഇൻസ്പെക്ടർ റാങ്കിൽ ഒരു പോസ്റ്റ് കിട്ടുന്നത്, കസ്റ്റംസ് ഇൻസ്പെക്ടർ ആയിട്ട് കിട്ടുന്നുണ്ട്. അതുകൂടാതെ തന്നെ സെൻട്രൽ എക്സൈസ് ആൻഡ് കസ്റ്റംസിൽ സെൻട്രൽ എക്സൈസ് ഇൻസ്പെക്ടർ ആയിട്ട് റാങ്ക് കിട്ടുന്നത്, അതായത് സെൻട്രൽ എക്സൈസ് ഇൻസ്പെക്ടർ എന്നൊരു പോസ്റ്റ് അതിലൂടെ കിട്ടുന്നത്. അത് കിട്ടുന്നത് സെൻട്രൽ എക്സൈസ് ആൻഡ് കസ്റ്റംസിലാണ്. ക്ലിയർ ആയില്ലോ? അപ്പൊ ഇതും അതിൽ കിട്ടും. ഇനി ഇതിനേക്കാൾ കൂടുതൽ ഇന്നത്തെ യൂത്തുകൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് സബ് ഇൻസ്പെക്ടർ ഇൻ CBI, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. സബ് ഇൻസ്പെക്ടർ റാങ്കും ഏതാണ്? ഈ CGIയിലൂടെ കിട്ടാവുന്നത്. അതോടൊപ്പം തന്നെ സബ് ഇൻസ്പെക്ടർ ഇൻ സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സ് ഉണ്ട്. സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സിൽ സബ് ഇൻസ്പെക്ടർ റാങ്കും ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. അതോടൊപ്പം തന്നെ CAGയിൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, CAGയിൽ ഓഡിറ്റർ, അസിസ്റ്റന്റ് ഓഡിറ്റർ എന്ന റാങ്കും കിട്ടുന്നുണ്ട്. അതോടൊപ്പം എൻഫോഴ്സ്മെന്റ് ഓഫീസർ എന്ന റാങ്കും കിട്ടുന്നു. അപ്പൊ ഇതെല്ലാം വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പോസ്റ്റുകളാണ്. അപ്പൊ ഞാൻ പറഞ്ഞ പോസ്റ്റുകൾ ക്ലിയർ ആയില്ലോ? CGIയിലൂടെ നമുക്ക് കിട്ടുന്ന പോസ്റ്റുകളാണ് ഞാൻ പറഞ്ഞതിലേക്കാണ്. ഏതാണ്? അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസറുണ്ട്, B ഗ്രൂപ്പ് ജോലിയാണ്, ഗസറ്റഡ് റാങ്ക് ആണ്. അസിസ്റ്റന്റ് അക്കൗണ്ടന്റ് ഓഫീസറുണ്ട്, രണ്ടും ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസിലും, രണ്ടും ഗസറ്റഡ് റാങ്ക് ആണ്. ഓർക്കുക. അതിന് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ എന്ന പോസ്റ്റ് കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ കസ്റ്റംസ് ഇൻസ്പെക്ടർ എന്ന റാങ്ക് കിട്ടുന്നുണ്ട്, ഒരു പോസ്റ്റ് കിട്ടുന്നുണ്ട്. അത് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സിൽ കിട്ടുന്ന ഒരു പോസ്റ്റാണ് കസ്റ്റംസ് ഇൻസ്പെക്ടർ. അതോടൊപ്പം തന്നെ സെൻട്രൽ
എക്സൈസ് ഇൻസ്പെക്ടറും കിട്ടുന്നുണ്ട്. സെൻട്രൽ എക്സൈസ് ആൻഡ് കസ്റ്റംസിലെ സെൻട്രൽ ഇൻസ്പെക്ടർ എന്നൊരു പോസ്റ്റ് കിട്ടുന്നുണ്ട്. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ CBIയിലെ സബ് ഇൻസ്പെക്ടർ റാങ്ക് കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സ് അതിൽ നിന്ന് ഒരു സബ് ഇൻസ്പെക്ടർ റാങ്ക് കിട്ടുന്നുണ്ട്. സെൻട്രൽ എൻഫോഴ്സ്മെന്റ് ഓഫീസർ എന്ന റാങ്ക് കിട്ടുന്നുണ്ട്. പിന്നെ CAGയിലെ റാങ്ക് കിട്ടുന്നത്. അതുകൂടാതെ തന്നെ ഇൻവെസ്റ്റിഗേറ്ററും അതോടൊപ്പം തന്നെ സ്റ്റെനോഗ്രാഫറും സീനിയർ ക്ലർക്കും എന്നുള്ള പോസ്റ്റുകളാണ്. പിന്നെ മിനിസ്റ്റീരിയൽ പല മിനിസ്റ്ററീസിലും അവരുടെ ഡിപ്പാർട്ട്മെന്റിലെല്ലാം അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ എന്ന റാങ്ക്, ഇങ്ങനെ വളരെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പോസ്റ്റുകളെല്ലാം ഏത് കിട്ടുന്നത് CGയിലൂടെ കിട്ടുന്ന ഒരു ചാൻസ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പൊ CGL കമ്പൈൻ ഗ്രാജുവേറ്റ് ലെവൽ എന്ന എക്സാം ഓർത്ത് വയ്ക്കുക. ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞു, ഏജ് ക്വാളിഫിക്കേഷൻ പറഞ്ഞു, കിട്ടാവുന്ന പ്രധാനപ്പെട്ട പോസ്റ്റുകളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ക്ലിയർ ആയിരിക്കും. ഇനി നമുക്ക് ഈ എക്സാമിന്റെ പാറ്റേൺ, സാലറി ഞാൻ പറഞ്ഞു 47,600, അട്രാക്റ്റീവ് സാലറി 47,600 മുതൽ 1,51,100 വരെ ബേസിക് സാലറി നല്ലൊരു പോസ്റ്റ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഇനി എക്സാമിന്റെ പാറ്റേൺ നോക്കാം. എക്സാമിന്റെ പാറ്റേൺ എന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം തന്നെയാണ് വരുന്നത്. മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം തന്നെയാണ് വരുന്നത്. ടയർ 1 ഉണ്ട്, ടയർ 2 ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് ഫസ്റ്റ് ടയർ ഫസ്റ്റ് എക്സാമിന് അതിൽ പാസ്സായി കഴിഞ്ഞാൽ 140, 150 ഒക്കെയാണ് അതിന്റെ കട്ട് ഓഫ് വരാറ്. ഈ വർഷം ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്നതായി ഉയർന്ന കട്ട് ഓഫ് 150 ആണെന്ന്. അത് പിന്നെയാണെങ്കിൽ 140 ഒക്കെ കിട്ടിയാൽ നമ്മൾ സേഫ് ആയിട്ട് കാണാറുണ്ട്. ഈ വർഷം 150 ആണ് കട്ട് ഓഫ്. അപ്പോൾ ടയർ 1 കഴിഞ്ഞാൽ ടയർ സെക്കൻഡ് ആണ്. ടയർ സെക്കൻഡ് കഴിഞ്ഞാൽ അതിലും പാസ്സായി കഴിഞ്ഞാൽ ആ ടയർ സെക്കൻഡും ഇതേപോലെ തന്നെ ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ മോഡൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നത്. ടയർ സെക്കൻഡ് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പ്രിഫറൻസ് ഓഫ് പോസ്റ്റ് ആണ്. നമുക്ക് ഏത് പോസ്റ്റാണ് പ്രിഫറൻസ് ഉള്ളത് നമ്മൾ അറേഞ്ച് ചെയ്യാന്നാണ്. നമുക്ക് ഈ പറഞ്ഞ അട്രാക്റ്റീവ് പോസ്റ്റുകളൊക്കെ പറഞ്ഞു, ഇതിൽ ഏതിനാണ് പ്രിഫറൻസ് കൊടുക്കുന്നത്? അപ്പോൾ പ്രിഫറൻസ് ഓഫ് പോസ്റ്റ് എന്ന സംഭവമാണ് മൂന്നാമതായിട്ട് വരും. അതിനുശേഷമാണ് ഫൈനൽ റിസൾട്ട് വരുന്നത്. അപ്പൊ ടയർ 1 പാസ്സാവണം, അതിനുശേഷം ടയർ സെക്കൻഡ് രണ്ടും ഓർത്ത് വയ്ക്കുക മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻ. അതിനുശേഷം പ്രിഫറൻസ് ഓഫ് പോസ്റ്റ് ആണ്, പോസ്റ്റുകളുടെ പ്രിഫറൻസ് കൊടുക്കുക എന്നാണ്. അതിനുശേഷമാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് വരുന്നു. അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, അതിനുശേഷം നമ്മുടെ കയ്യിൽ അപ്പോയിന്റ്മെന്റ് ഓർഡറും കിട്ടുന്നത്. ക്ലിയർ ചെയ്യുക. ഇതാണ് എക്സാമിന്റെ ഒരു രീതി എന്നൊരു പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി എക്സാമിന്റെ പാറ്റേണിൽ തന്നെ വരുന്ന എക്സാമിന്റെ സബ്ജക്റ്റുകൾ വരുന്ന പ്രധാനമായിട്ടും 100 ക്വസ്റ്റ്യൻ, ഒരു ചോദ്യത്തിന് 2 മാർക്ക് വീതമുള്ള 100 ക്വസ്റ്റ്യൻ ആണ്. 1 മണിക്കൂറാണ് നമുക്ക് സമയം കിട്ടുന്നത്. 100 ക്വസ്റ്റ്യനും 1 മണിക്കൂറാണ് സമയം കിട്ടുന്നത്. അപ്പൊ ഈ 100 ക്വസ്റ്റ്യൻ എന്നോട് ഓർത്ത് വയ്ക്കുക. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്കാണ് വരുന്നത്. അങ്ങനെ 200 മാർക്കിനുള്ള 100 ക്വസ്റ്റ്യൻസ് ആണ് കിട്ടുന്നത്. 60 മിനിറ്റ്, 1 മണിക്കൂറാണ് നമ്മുടെ എക്സാമിന്റെ ടൈം വന്നത്. ഇനി ഇതിൽ വരുന്ന സബ്ജക്റ്റുകൾ പ്രധാനപ്പെട്ട ഒന്ന് ജനറൽ അവയർനെസ്, 25 ക്വസ്റ്റ്യൻ ഉണ്ട്, 50 മാർക്ക്. ജനറൽ അവയർനെസ് 25 മാർക്ക് ഉണ്ട്, 25 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 50 മാർക്ക് ഉണ്ട്. അത് കഴിഞ്ഞാൽ റീസണിംഗ് ഉണ്ട്, സെയിം ആസ് ഇതേപോലെ തന്നെ 25 ക്വസ്റ്റ്യൻ ആണ്, 50 മാർക്കാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വരും ജനറൽ ഇംഗ്ലീഷ് ആണ് വരുന്നത്. അതിലും 25 ക്വസ്റ്റ്യൻ ആണ്, 50 മാർക്കാണ്. പിന്നെ വരുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണ്, അതിൽ വരുന്നത് 25 ക്വസ്റ്റ്യൻ ആണ്, അതോടൊപ്പം തന്നെ 50 മാർക്കാണ്. അപ്പൊ 4 കാറ്റഗറി 4 സബ്ജക്റ്റുകൾ വരും. ഒന്ന് ജനറൽ അവയർനെസ് വരുന്നുണ്ട്, ജനറൽ റീസണിംഗ് വരുന്നുണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് വരുന്നത്, ജനറൽ ഇംഗ്ലീഷ് വരുന്നത്. ഈ 4 സബ്ജക്റ്റുകളിൽ നിന്നും 25 ക്വസ്റ്റ്യൻസ്, 50 മാർക്ക് വീതം 200 മാർക്ക്. അപ്പൊ കേരള പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിച്ചോളം IT വരുന്നില്ല, കേരള നവോത്ഥാനം വരില്ല, കേരള ഹിസ്റ്ററി വരുന്നില്ല, മറ്റു കാര്യങ്ങളൊന്നും വരുന്നില്ല എന്നാണ് ഇതിന്റെ പ്രത്യേകത എന്ന് ഓർത്തിക്കുക. അപ്പൊ ഈ 4 സബ്ജക്റ്റിൽ നിന്ന് 25 ചോദ്യം മുതൽ 50 മാർക്കും ആണ് കിട്ടുക. അപ്പൊ ഈ ടോട്ടലി 200 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ക്ലിയർ ആയില്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ 200 ക്വസ്റ്റ്യൻസിന്റെ മാർക്കാണ് വരുന്നത്. 100 ക്വസ്റ്റ്യനും 200 മാർക്കും. ആ ടയർ 1 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ടയർ സെക്കൻഡ്. ടയർ സെക്കൻഡ് ചെറിയ വേരിയേഷൻ വരുന്നത്, മാർക്കുകളുടെ ക്വസ്റ്റ്യൻസിന്റെ കാറ്റഗറിയിൽ ചെറിയ വേരിയേഷൻ വരുന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. അപ്പൊ ഈ ടയർ 1 ഓർക്കുക. ടയർ 1 കഴിഞ്ഞാൽ ടയർ സെക്കൻഡ് വരും. ടയർ സെക്കൻഡും ഇതേപോലെ പാസ്സായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് വരും? നമ്മുടെ പോസ്റ്റ് ഓഫ് പ്രിഫറൻസ് വയ്ക്കണം. അതിനുശേഷം നമ്മുടെ ഫൈനൽ റിസൾട്ട് വരും. ഫൈനൽ റിസൾട്ടിന് ശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, അതിനുശേഷം നമുക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടും. ക്ലിയർ ആയല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ SSC CGLന്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തു വയ്ക്കുന്ന സമയം വളരെ കുറച്ചുള്ള ഈ വരുന്ന ഏപ്രിൽ 2025 ഏപ്രിൽ 22 നോട്ടിഫിക്കേഷൻ വരും. മെയ് 21 ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കേണ്ട അവസാനത്തെ ഡേറ്റ്. ഏപ്രിൽ 22 നോട്ടിഫിക്കേഷൻ വരും. മെയ് 21 അവസാനമായി ഓൺലൈൻ അപേക്ഷ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ്. അത് കഴിഞ്ഞാൽ ജൂണിൽ അഡ്മിഷൻ കാർഡ് വരും. ജൂണിൽ തന്നെ ജൂൺ ജൂലൈയിലായിട്ട് എക്സാം വരും. അപ്പോൾ വളരെ കുറച്ച് സമയമുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ CGLുമായി ബന്ധപ്പെട്ട കാര്യം. അപ്പോൾ CGL മറക്കേണ്ട, കമ്പൈൻ ഗ്രാജുവേറ്റ് ലെവലാണ് CGL എന്ന CGLിലെ എക്സാം. SSC നടത്തുന്ന ഏറ്റവും നല്ല പ്രധാനപ്പെട്ട ഒരു എക്സാം ആണ്. ഞാൻ പറഞ്ഞു ക്വാളിഫിക്കേഷൻ എനി ഡിഗ്രി ആണ്. ഏജ് ക്വാളിഫിക്കേഷൻ 18 മുതൽ 32 വരെ എന്ന് പറഞ്ഞു. പിന്നെ കിട്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റുകൾ പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റുകൾ അട്രാക്റ്റീവ് സാലറിയാണ്.
അതിന്റെ അപ്പോയിന്റ്മെന്റ് പ്രോസസ്സ് വളരെ വേഗത്തിലാണ്, കൂടുതൽ വാക്കൻസി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു പോസ്റ്റാണ് ഈ CGL കിട്ടുന്നത്. പിന്നെ പ്രൊമോഷൻസ് ഒക്കെ വളരെ കൂടുതലുള്ള ഒരു പോസ്റ്റ് കൂടിയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ഓർത്തിക്കുക. ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞോർത്തിക്കുക, ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ അത് പറഞ്ഞു. പിന്നെ റിസർവേഷൻ, ഏജിൽ റിസർവേഷൻ വരുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 18-30 ആണെങ്കിൽ നമ്മൾ പറഞ്ഞ 18-32 അല്ലെങ്കിൽ 20-32 2 കാറ്റഗറിയായിട്ട് വരുന്ന പറഞ്ഞു. ഇതിൽ തന്നെ SC/STകൾക്ക് 5 വർഷം റിലാക്സേഷൻ വരുന്നുണ്ട്. അതുപോലെ OBCക്ക് 3 വർഷം വരുന്നുണ്ട്. ഫിസിക്കൽ ഡിസേബിൾഡ് പേഴ്സൺസ്, ഇപ്പോൾ നമുക്കറിയാം ഭിന്നശേഷിക്കാർ, ഫിസിക്കൽ ഡിസേബിൾഡ് പേഴ്സൺ, അവർക്ക് 10 വർഷം വരുന്നുണ്ട്. അതേപോലെ സമയം തന്നെ ഫിസിക്കൽ ഡിസേബിൾഡ് പേഴ്സൺ വിത്ത് SC/ST ആണെങ്കിൽ അവർക്ക് 15 വർഷം വരുന്നുണ്ട്. OBCക്ക് ആണെങ്കിൽ അത് 13 വർഷം വരുന്നുണ്ട്. എക്സ് സർവീസ്മാന് 3 വർഷം വരുന്നത്. അപ്പോൾ എക്സ് സർവീസിന് 3 വർഷം വരുന്നതെന്ന് വെച്ചാൽ അവിടെ ആക്ച്വൽ ഏജിൽ നിന്നും അവിടെ മിലിറ്ററി സർവീസ് കിഴിച്ച് ബാക്കി വരുന്ന സമയത്തോട് 3 വർഷം കൂട്ടുന്നു. അങ്ങനെയാണ് അവരെ 3 വർഷം അവർക്ക് റിലാക്സേഷൻ കിട്ടുന്നത്. സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിന് അവർക്ക് 40 വയസ്സ് വരെ എഴുതാം. അതേ സമയം വിഡോ അല്ലെങ്കിൽ ഡൈവേഴ്സ്ഡ് പേഴ്സൺ അങ്ങനെയൊക്കെ ആണെങ്കിൽ അവർക്ക് 35 വയസ്സ് വരെ കിട്ടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഏജ് റിലാക്സേഷനും ഇതിലെ മറ്റെല്ലാ എക്സാമുകൾക്കുള്ള ഏജ് റിലാക്സേഷൻ. അപ്പൊ എന്തുകൊണ്ട് തന്നെ ഡിഗ്രി കഴിഞ്ഞവർക്ക് ബിരുദധാരികൾ കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു അവസരമാണ് CGL എന്ന് പറയുന്നത്. മറക്കണ്ട. അതിന്റെ ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞു, സാലറി പറഞ്ഞു, ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള പോസ്റ്റുകൾ പറഞ്ഞു, ഫിസിക്കൽ സ്റ്റാൻഡേർഡ് പറഞ്ഞു, ഫിസിക്കൽ അപ്പിയറൻസ് പറഞ്ഞു, എക്സാമിന്റെ പാറ്റേണും പറഞ്ഞു. അവസാനം ഇതാ നമ്മൾ പറയുന്നു ഡേറ്റ് ഇതാ April 22 നോട്ടിഫിക്കേഷൻ വരും. May 21 ലാസ്റ്റ് ഡേറ്റ് ആണ്. ജൂൺ ജൂലൈയിലെ എക്സാമൊക്കെ വളരെ കുറച്ച് സമയമുള്ളപ്പോൾ എല്ലാവരും വളരെ ഭംഗിയായിട്ട് പഠിക്കുക. ഇനി ഇതുമായി ബന്ധപ്പെടുന്ന CGLുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകളോ മറ്റു കാര്യങ്ങളോ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അല്ലെങ്കിൽ 9846298093 എന്ന നമ്പറിൽ കമന്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം നൽകാവുന്നതാണ്. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെല്ലാവർക്കും ബൈ.